നമുക്ക് ആദ്യം തന്നെ അപ്പോൾ ഇതിനെയൊക്കെ വെട്ടി നമുക്ക് അവിടെ മഴയത്തു നിന്ന് കയറ്റി വയ്ക്കാം. അപ്പോൾ ഇതിനൊക്കെ വെട്ടിയെടുക്കാം. അപ്പോൾ നമുക്ക് അയ്യോ എനിക്ക് താഴെ പോയില്ല ദൈവമേ. അയ്യോ. ഹായ് കൂട്ടുകാരെ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നതേ നമ്മുടെ 10 മണി ചെടികളിനെ മഴക്കാലത്ത് എങ്ങനെ സംരക്ഷിക്കാം എന്നതിനെ പറ്റി പറയാനാണ്. നമ്മുടെ ഈ ലോകത്തെ ഒത്തിരി ആളുകൾ ചെടികളെയും പൂക്കളെയും ഒക്കെ സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ അല്പം കുറച്ച് ആൾക്കാർ ഈ ചെടികളെനെ ഒന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാരും ഉണ്ട്. അപ്പോൾ അവർക്ക് വരെ, ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് വരെ ഒന്ന് നോക്കാൻ തോന്നുന്ന ഒരു ചെടിയാണ് നമ്മുടെ 10 മണിപ്പൂക്കൾ. മറ്റേത് ചെടീനെ ഇഷ്ടമില്ലെങ്കിലും ലോകത്തിൽ ഈ 10 മണിപ്പൂക്കളെ ഇഷ്ടമില്ലാത്ത ഒരു മനുഷ്യനുണ്ടോ എന്നുള്ളത് സത്യം പറഞ്ഞ ഒരു ഡൗട്ട്. പക്ഷേ ഈ ചെടികളിനെ മഴക്കാലത്ത് നമ്മൾ ഒരല്പം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് 8ന്റെ പണി തന്നെ കിട്ടും. നമുക്ക് വീണ്ടും അടുത്ത വർഷവും നമുക്ക് നമ്മുടെ 10 മണികളെ എങ്ങനെ കാണണം, ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവയെ ഒരല്പം ശ്രദ്ധിക്കണം. എൻ്റെ കയ്യിൽ ഒരുപാട് 10 മണിയുടെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഞാനത് ഒരുപാട് പ്ലാസ്റ്റിക് കുപ്പികളിലും അതുപോലെ എൻ്റെ കയ്യിൽ കിട്ടുന്ന പാത്രങ്ങളിലൊക്കെ ഹോളുണ്ടാക്കി അതിലൊക്കെ ഞാൻ ഈ ചെടി നട്ടു വെച്ചിരിക്കും. വേനൽക്കാലത്ത് ഒരുപാട് ആസ്വദിക്കാൻ കഴിയുമെങ്കിലും മഴക്കാലം വരുമ്പോൾ ഇവയുടെ ആരോഗ്യം നശിച്ചു പോകും. കാരണം മഴവെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ 10 മണിപ്പൂക്കളൊക്കെ നശിച്ച് അതിൻ്റെ വേരുകളൊക്കെ ചീഞ്ഞു പോകും. കാരണം ഇതിൻ്റെ വേരുകളിലേക്കും തണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ അവർക്ക് ശ്വാസം കിട്ടാണ്ട് അവർ വെള്ളം നിറഞ്ഞ് ചീഞ്ഞു പോവുകയാണ് പതിവ്, ഓക്സിജൻ കിട്ടാണ്ട്. ആ സമയത്ത് നമ്മളെ കരുതലോടുകൂടി മഴയത്തുനിന്ന് എടുത്ത് മഴ കൊള്ളാത്തടുത്ത് കൊണ്ടുവന്ന് വെച്ച് അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ പരിപാലിച്ച് കൊടുക്കണം. അതിൻ്റെ ഫസ്റ്റ് കാര്യമാണ് ബ്രൂണിങ്. അതിന് ബ്രൂൺ ചെയ്ത് നമുക്ക് അടുത്ത കൊല്ലത്തേക്ക് വേണ്ടുന്ന കമ്പുകൾ അതിൽ നിന്ന് ഇളം കമ്പുകൾ വെട്ടി മാറ്റി നമ്മൾ ചട്ടികളിലും കവറുകളിലൊക്കെ നട്ട് മഴയത്തുനിന്ന് എടുത്ത് വയ്ക്കുക. മഴക്കാലത്ത് ഇങ്ങനെ എടുത്ത് മാറ്റി നടുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു വളവും ചേർത്ത് കൊടുക്കാൻ പാടില്ല, പ്രത്യേകിച്ച് ചാണകം. അപ്പം നമുക്ക് നല്ല വെറും മണ്ണ് മാത്രമാണ് ഈ മഴക്കാലത്ത് ചട്ടികളിൽ ഈ ചെടികൾ കമ്പ് കുത്തി നടുമ്പോൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അങ്ങനെ കുത്തിവെച്ച് നടുമ്പോൾ നമുക്ക് 2-3 കൊമ്പൊന്നും ഒരുമിച്ച് പിടിച്ച് കുത്തിവെക്കരുത്. എളുപ്പപ്പണിയാണ്. കാരണം നമുക്ക് ഒരുപാട് ചെടികളാണ് ഇത് ബ്രൂൺ ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത ഇതിനുണ്ടാക്കാനായിട്ട് നമുക്ക് കിട്ടുക. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഒരുപാട് പാത്രങ്ങളൊന്നും നമ്മുടെ കയ്യിൽ അങ്ങനെ ഉണ്ടാവില്ലല്ലോ. അപ്പം നമ്മൾ എളുപ്പ വഴിക്ക് വേണ്ടി എന്ത് ചെയ്യും, 2-3 പിടിയൊക്കെ എടുത്തിട്ട് ഒരുമിച്ച് അങ്ങോട്ട് കുത്തിവെക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാരണം അതൊന്നും ഉണ്ടാവില്ല. നനവില്ലാത്ത നല്ല മണ്ണിൽ ഓരോ കൊമ്പായി കുഴിച്ച് വയ്ക്കുക. എന്നിട്ട് അത് മഴയത്ത് നിന്ന് തണലത്തേക്ക് എടുത്ത് വയ്ക്കുക. അടുത്ത കൊല്ലമാകുമ്പോൾ നമുക്ക് വേറെ എവിടേക്കും പോകേണ്ട 10 മണികളെ നമ്മുടെ വീട്ടിൽ സുലഭമായിട്ടുണ്ടാവും. പിന്നെ അതിൽ കൂമ്പ് വന്ന് ഇങ്ങനെ മുട്ടിട്ട് വരുമ്പോൾ നമ്മൾ വീണ്ടും അതിനെ പോയിട്ട് പൂക്കൾ ഉണ്ടാവാൻ അനുവദിക്കാതെ വീണ്ടും പ്രൂൺ ചെയ്യുക. അങ്ങനെ അപ്പോൾ അത് വീണ്ടും ഇളം കൊമ്പുകൾ വീണ്ടും വന്ന് അതിങ്ങനെ തിക്കാവും. അപ്പോൾ ചട്ടികളിലൊക്കെ ആകുമ്പോൾ അതിങ്ങനെ തിക്കായിട്ട് വരും. അങ്ങനെ ബ്രൂൺ ചെയ്ത് വെക്കുക മഴക്കാലം കഴിയുന്നത് വരെ. അതുപോലെ തന്നെ 2 മരത്തിൻ്റെ കൊമ്പ് വെട്ടിയെടുത്തിട്ട് വെച്ചിരിക്കുകയായിരുന്നു. അതിൽ ഒക്കെ ഇങ്ങനെ പ്ലാസ്റ്റിക് കുപ്പികളിലൊക്കെ 10 മണി നട്ടിട്ട് ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അധികം പൈസ ചിലവൊന്നും ഇല്ലാത്തൊരു പ്രത്യേകതരം വെർട്ടിക്കൽ ഗാർഡൻ ആയിരുന്നു കേട്ടത്. പൂക്കളുണ്ടായി നിൽക്കണതാണ് എന്ത് രസമായിരുന്നു എന്നറിയും. പക്ഷേ മഴ പെയ്ത് അതൊക്കെ കൊള്ളായി. അപ്പോൾ നമുക്ക് ഇതിനെയൊക്കെ നമുക്ക് ബ്രൂൺ ചെയ്ത് സെറ്റാക്കി മഴയത്ത് നിന്ന് എടുത്ത് വയ്ക്കണം. കുറച്ച് സൗകര്യക്കുറവൊക്കെ ഉള്ള കാരണം കൊണ്ട് തന്നെ നിലത്തൊക്കെ വെച്ച് ചതിലും പിടിക്കും. പണ്ട് ഒത്തിരി ആടുങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ആട്ടുംകൂടിൻ്റെ അവശിഷ്ടങ്ങളാണ് ഈ പലകയും ഈ തണ്ടുകളൊക്കെ. ഇതൊക്കെ നമുക്ക് ഉപയോഗിച്ച് ഇതിൻ്റെ മുകളിലേക്കൊക്കെ നമ്മുടെ 10 മണി ചെടികളിനെ പെറുക്കിയെടുത്തേക്കാം അടുത്ത വേനൽക്കാലത്തേക്ക് വേണ്ടിയിട്ട്. ഇനി ഇതിനെയൊക്കെ ബ്രൂൺ ചെയ്ത് എടുക്കണം. ഈ കാണുന്ന 10 മണി ചെടി ഉണ്ടല്ലോ, ഇത് ഒരു പ്ലാസ്റ്റിക് കുപ്പിൻ്റെ നടു മുറിച്ചിട്ട് അതിൻ്റെ മുകൾ വശത്ത് ആ മൂടിക്കൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് ഒരു തുണി തെറുത്തിട്ട് ആ ഹോളിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി തെറുത്തിടില്ലേ നമ്മൾ, അങ്ങനെ താഴേക്ക് ഇട്ടിട്ട് അതിൽ കുറച്ച് മണ്ണും 10 മണി നട്ടതാണ് ഈ കാണുന്നത്. അത് പൂപ്പലൊക്കെ പിടിച്ച് ഈ പരിവായി. എന്നാലും അതിലിഷ്ടംപോലെ പൂക്കളുണ്ടായിരുന്നു കേട്ടോ. അടിയിലെ പാത്രത്തിൽ വെള്ളം നിറച്ച് അങ്ങനെ വെച്ചാൽ മതി. പിന്നെ നമുക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. എന്തായാലും അപ്പം നമുക്ക് ഇതിനെയും കൂടി ഒരു പരീക്ഷണത്തിന് മാറ്റി വെച്ചേക്കാം. കാരണം കുഞ്ഞു പാത്രങ്ങളിലൊക്കെയാണ് ഞാൻ 10 മണികൾ വെച്ചിട്ടുണ്ടെന്ന്. ചെറിയ ചായ കുടിക്കുന്ന ഗ്ലാസ്സിൽ വരെ 10 മണി ചെടിയാണ്. ഐസ്ക്രീം പാത്രത്തിൽ, സോപ്പും പൊടിയുടെ സോപ്പും വിം ബാറിൻ്റെ പാത്രങ്ങൾ ഇല്ലേ പ്ലാസ്റ്റിക്കിൻ്റെ, അത്
അങ്ങനെയുള്ള കണ്ണിൽ കണ്ട പാത്രങ്ങളിലൊക്കെ ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഗ്ലാസ്സാണ്, ഓരോ കുഞ്ഞു കുഞ്ഞ് പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലാസ്സാണ്. അത് ഞാൻ പെയിൻറ്റിങ് പാട്ടയുടെ മൂടിയിൽ എല്ലാം കൂടി അടുക്കി വെച്ചിട്ട് ഇഷ്ടം പോലെ പൂക്കളായിരുന്നു. അതിലേക്ക് കളകളൊക്കെ പറിച്ച് കളഞ്ഞിട്ട് കുറച്ച് മണ്ണ് മാത്രം അതിങ്ങനെ അതിലേക്ക് വെതറി കൊടുക്കുക, എന്നിട്ട് അത് എടുത്ത് വയ്ക്കുക. അപ്പോൾ അതിലും നന്നായിട്ട് തഴച്ച് വളരെ വെള്ളം അതിലും കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കുത്തി കളയണം കേട്ടോ. അടിയിൽ നിന്ന് അതിൻ്റെ ഹോളിൽ കൂടെയൊക്കെ ഒരു ഈർക്കിളി അല്ലെങ്കിൽ വല്ല പപ്പടക്കോലൊക്കെ ഇട്ടിട്ട് ആ സംഭവം വെള്ളമൊക്കെ അതിലില്ല, വാർന്നു പോയി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് അതിൽ കുറച്ച് മണ്ണും കൂടി ഇട്ടിട്ട് അതിനെ മാറ്റി വയ്ക്കുക. അതുപോലെ നമ്മൾ ഇളം തണ്ടുകൾ കുത്തി വെച്ച ചട്ടി അതും അങ്ങനെ വയ്ക്കുക. അപ്പോൾ ഇതും അതും മറ്റതും ഒക്കെ കൂടിയിട്ട് അങ്ങോട്ട് അടിപൊളിയായിട്ട് വളർന്നു വരും വേനൽക്കാലം ആകുമ്പോഴേക്കും. അങ്ങനെ മഴക്കാലമൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് പുതിയ തൈകളൊക്കെ ഉഷാറായി വന്ന് നമുക്ക് നമ്മുടെ 10 മണി ചെടികളിനെ വീണ്ടും ആസ്വദിക്കാൻ കഴിയും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും നമുക്കെല്ലാം കണ്ടുമുട്ടാം എന്ന ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട് ഓക്കെ, ബായ്.